Hello, good afternoon, Rincy, Harida. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Akhila and Megha. Join ആയിട്ട് പിന്നെ പെട്ടെന്ന് ലീവായി പോയില്ല മേഘ. അത് മിസ് ലാപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ശരി. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തീർക്കാനുള്ളതിൽ ഒരു ചാപ്റ്റർ അശ്വതി മിസ്സിൻ്റെത് ബാക്കിയുള്ളത് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ചാപ്റ്റർ ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഹോസ്പിറ്റൽ എന്ന് പഠിച്ചു അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ബ്രോഡ്ലി ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻടു 3 അല്ലെ. നമ്മൾ പറഞ്ഞതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ബ്രോഡായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ അതിനകത്തുള്ള മെഡിക്കൽ ഫസ്റ്റ് വൺ ഈസ് ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് ആദ്യത്തേതായിരുന്നു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ OPD എന്നും IPD എന്ന് പറഞ്ഞിട്ട്. അതിനകത്തുള്ളതാണ് ഈ പറഞ്ഞ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് IPDയുടെ I ഇന്നിന്റെ പേഷ്യന്റിന്റെ പിയും D ഡിപ്പാർട്ട്മെന്റിന്റെയും ആണ്. അങ്ങനെയാണത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത് IPD. അപ്പൊ അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചാപ്റ്റർ ആയിട്ട് പഠിച്ചോ? അതന്നെയാണ്. വെറുതെ ജസ്റ്റ് നിങ്ങളൊന്നും അവിടെ ഉണ്ടോ? ഉച്ച സമയല്ലേ, അതുകൊണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നൗ യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. വാട്ട് ആർ ദ തിങ്സ് ഗോയിങ് ടു ബി ടോട്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ചാപ്റ്റർ നമ്മളൊക്കെ എന്തൊക്കെയാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻട്രോഡക്ഷൻ എന്താണ്, വാട്ട് ഈസ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് മെന്റ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ IPD ഉള്ളത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻഡോർ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇൻ വിച്ച് ദ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ വേർ പേഷ്യൻസ് ആർ അക്കോമഡേറ്റഡ് ഫോർ മോർ ദാൻ 24 hours അല്ലെ. 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ചെയ്ത് എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്ത് അവരുടെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ എല്ലാം എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ അസസ്മെന്റ്, അവരുടെ രോഗ നിവാരണം അല്ലെങ്കിൽ രോഗപരിചരണം അല്ലെങ്കിൽ രോഗത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്താനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാ കുറച്ച് നേരത്തേക്ക് അതായത് മോർ ദാൻ 24 hours എന്തായാലും ഉണ്ടാവണം. 24 hours മാത്രമല്ല, അത് 24 hours-നുള്ളിൽ എല്ലാ കാര്യങ്ങളും തീർത്ത് നമ്മൾ ഹോസ്പിറ്റൽ ബൗണ്ടറിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അത് OPD ആയി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ 24 hours-ന് മോർ ദാൻ ആണ് ഹോസ്പിറ്റലിന്റെ പ്രെമിസസിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് ബൈ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എനി ഡോക്ടേഴ്സ് ഓർ എനി സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് പ്രകാരം അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ അവിടെ എന്താ പറയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേഷ്യൻസ്, അതിനെയാണ് നമ്മൾ ഇൻ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെഫർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി സർവീസസിൽ നിന്ന് നമ്മളുടെ എന്താ പറയാ എമർജൻസി സർവീസ് കാഷ്വാലിറ്റി അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് വരുന്നതാകാം, അല്ലെങ്കിൽ ഒരു ആംബുലേറ്ററി കെയറിൽ നിന്ന് കൊണ്ടുവന്നതാകാം, ആംബുലൻസ് വഴിയായിട്ടൊക്കെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് കയറ്റിയതാകാം. അങ്ങനെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് ഫോർ ദ അസസ്മെന്റ്, അതിനു വേണ്ടിയിട്ടാണ് അവരുടെ രോഗത്തെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അഡ്മിറ്റ് ചെയ്തു എന്ന് ഉണ്ടെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാം. ഇനി
ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വിൽ ഗിവ് പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പൊ അവര് കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു 24 hours മോർ ഉള്ള പേഷ്യൻസിനാണ് അവർ പ്രിഫറൻസ് കൊടുക്കുക. അല്ലെങ്കിൽ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് 24 hours അല്ലെങ്കിൽ അതിലേക്കാണ് കൂടുതൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി എക്യുപ്ഡ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കൊടുക്കണം, അവർക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ പറയാ കിടക്കാനും അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചില ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, എക്യുപ്ഡ് ആയിരിക്കണം. മെഡിക്കൽ എക്യുപ്മെന്റുകൾ എന്തൊക്കെ, ചിലപ്പോൾ ചില പേഷ്യൻസിന് ചില മെഡിക്കൽ സപ്പോർട്ട്, എക്യുപ്മെന്റുകളുടെ സഹായത്തോടെ സപ്പോർട്ട്, ഇപ്പൊ യൂറിനൊക്കെ തന്നെ പോകാത്ത അവർ ഭയങ്കര ഇച്ചിരി സീരിയസ് പ്രോബ്ലംസ് ഉള്ളവരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ യൂറിനൊക്കെ എഴുന്നേറ്റ് പോയി പാസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ബെഡ് പാൻസ് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് 24/7 അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, അതായത് ഫുൾ എന്താ പറയാ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സസും ഉള്ള ഒരു എന്താ പറയാ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് IPD എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പോ വേണമെങ്കിലും ഇൻപേഷ്യൻസ് മേ ഹാവ് ടു കോണ്ടാക്ട് വിത്ത് ദം, അവരുമായിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ, അതായത് എപ്പോ വരെയാണ് ഒരു പേഷ്യന്റ് അവിടെ എന്താ പറയാ സ്റ്റേ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, അത് ഒന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻസ് ഇൽനെസ്, രോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പേഷ്യന്റിന് എത്രത്തോളം രോഗത്തിന്റെ സിവിയറിറ്റി ഉണ്ട്, എത്രത്തോളം ഗൗരവമേറിയ രോഗമാണ് എന്നത് ഉദ്ദേശിച്ചിരിക്കും. അല്ലാണ്ട് ഇത്ര പർട്ടിക്കുലർ ഡേ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് ടൂറൊക്കെ പോകുമ്പോ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമ്പോൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് നമുക്ക് എടുത്തു പറയാം. പക്ഷെ ഇവിടെ അതിനുവേണ്ടി വരുന്നവരല്ല, നമ്മുടെ രോഗവുമായിട്ട് വന്നതുകൊണ്ട് ഡോക്ടേഴ്സ് മേ സജസ്റ്റ് ടു ബി അഡ്മിറ്റഡ്, നമ്മളോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറയും. ആൻഡ് ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ സിക്നസ് ഓർ ഇൽനെസ് യു ഹാവ് ടു ലീവ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിക്നസിന്റെ ആ സിവിയറിറ്റി എന്താണ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പോകുന്നതിന്റെ എക്സ്റ്റൻഷൻ കൂടും. അതായത് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ആ പറയുന്നതനുസരിച്ചുള്ള ടൈമിൽ ലീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് മൊത്തത്തിലൊരു എന്താ പറയാ ഔട്ട്ലൈൻ. ഇതാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് അക്കോർഡിംഗ് ടു ദ സജഷൻസ് ഓഫ് ദ ഫിസിഷ്യൻസ് ഓർ സ്പെഷ്യലിസ്റ്റ്, ബീങ് അഡ്മിറ്റഡ് പേഷ്യൻസിനെ എന്തിനു വേണ്ടിയിട്ട് അവരെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ആംബുലേറ്ററി കെയറിൽ നിന്നോ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ 24/7 സർവീസസ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എക്യുപ്ഡ് ആൻഡ് വിത്ത് ഓൾസോ സഫീഷ്യന്റ് ബെഡുകളും എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അവർക്ക് IPD ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഷുഡ് ബി അവൈലബിൾ 24/7, അതായത് 24/7, അതായത് 7 ആഴ്ചയിലും 24 മണിക്കൂറും. അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും കിടക്കണമെന്നും ഇല്ല, ചിലപ്പോൾ 2 ദിവസം കിടന്നു പോകാം. അപ്പൊ ഫുൾ ടൈം എപ്പോഴൊക്കെ അവര് ആവശ്യപ്പെടുന്നപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അവരുടെ അടുത്ത് വന്ന് അവരെ ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതൊക്കെയാണ്. അപ്പൊ അത്തരം ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് എപ്പോഴും ചിലപ്പോൾ ഇവര് അസസ് ചെയ്യേണ്ടി വരും. ആ ഒരു രോഗത്തിന്റെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കി അസസ്മെന്റുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പേഷ്യന്റിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വന്ന് നോക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് റെഗുലർ ടൈമുകളിൽ ഇത്ര മണിക്കൂറുകൾക്കിടയ്ക്ക് ചിലപ്പോൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാകും. അപ്പൊ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അത്തരം സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എത്ര വലിയ ആളുകളാണ്, എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, നഴ്സിംഗ് അവൈലബിലിറ്റി ചിലപ്പോൾ അവിടെ കിട്ടണം നിർബന്ധമില്ല. സോ ഇവിടെ എന്താ പറയാ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് അത്തരം പേഷ്യൻസിനെ നമ്മൾ സ്റ്റേ ചെയ്യിപ്പിക്കാം. ആൻഡ് അവരുടെ സിവിയറിറ്റി ഓഫ് ദ ഇൽനെസ്, പേഷ്യൻസിന്റെ രോഗത്തിന്റെ ആ കാഠിന്യം അനുസരിച്ചിട്ടാണ് ഓരോ പേഷ്യൻസ് അവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഇനി എന്താണ് ആ ഒരു 2-3 പോയിന്റ് ക്ലിയർ ആണോ എന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ നോക്ക്. വലിയ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ക്ലിയർ ആണോ? ആ സെന്റൻസ് ഒന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ചെറിയൊരു ചാപ്റ്ററുമാണ്, സിമ്പിളുമാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. ദെൻ നെക്സ്റ്റ് ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ഈസ് അഡ്മിഷൻ. എന്താണ് അഡ്മിഷൻ എന്ന് പറയുന്നത്? അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
പ്രവേശിപ്പിക്കൽ എന്നാണ് അല്ലെ. പ്രവേശിപ്പിക്കൽ ഇവിടെ എന്ത് പ്രവേശിപ്പിക്കല? പേഷ്യൻസിനെ പ്രവേശിപ്പിക്കലാണ് അല്ലെ. അതായത് ഇറ്റ് ഈസ് ദ അലൗവിംഗ് ഓഫ് എ ക്ലയന്റ് ഇൻ എ ഹോസ്പിറ്റൽ to stay in a hospital for observation, investigation, treatment of diseases, those who are suffering from serious illness അല്ലെ. അതായത് അധികം ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ചില ഇൽനെസ്സുമായിട്ട് വരുന്ന പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാൻ, അവരെ അവിടെ കിടത്തിയാലേ പറ്റുള്ളൂ. അവരെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരുടെ രോഗം എന്താണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അവർക്ക് അതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം, സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്തെടുക്കണം. പിന്നെ എന്താ പറയാ, ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ അരമണിക്കൂർ ഇടവിട്ടോ 1 മണിക്കൂർ ഇടവിട്ടോ ഒക്കെ മരുന്നുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദ ക്ലയന്റ്സ് വിൽ ബി ആസ്ക്ഡ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ദിസ് ഇസ് കോൾഡ് അഡ്മിഷൻ ഓഫ് എ പേഷ്യന്റ്. അതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് വിളിക്കുക. ഒന്നുകൂടി പറയാം, ഇറ്റ് മീൻസ് അലവിംഗ് എ പേഷ്യന്റ് ഓർ എ ക്ലയന്റ് ഇൻ എ ഹോസ്പിറ്റൽ ടു സ്റ്റേ ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൽനെസ്. സീരിയസ് ഇൽനെസ് കൂടി വേണം നമുക്ക് ചേർക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുമായിട്ട് വരുന്നവരൊക്കെയാണ് അങ്ങനെയുള്ള അഡ്മിഷൻസ് വേണ്ടി വരിക. പെട്ടെന്ന് ഒരു പനി വന്നു, വേഗം തന്നെ കയറി ബെഡ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആക്കിക്കോ എന്നൊന്നും പറയില്ല ഡോക്ടേഴ്സ് അല്ലെ. ചിലപ്പോൾ അത് മാറാത്തതാണെങ്കിൽ ഒരു പ്രാവശ്യം വന്നു, മെഡിസിൻസ് തന്നു, അത് ക്യൂർ ആകുന്നില്ല, സോ വി വിൽ അഗൈൻ ഗോ ഫോർ എ ഫോളോ അപ്പ്. വീണ്ടും നമ്മൾ ഇടയ്ക്ക് വീണ്ടും ചെല്ലുന്നു. അപ്പോൾ ചിലപ്പോ നമുക്ക് കുറച്ച് കൂടി ഇൻവെസ്റ്റിഗേഷൻസ്, എന്താണ് അതിന്റെ കോസസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫീവർ മാറുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പൊ അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു ബി അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എത്ര ഫ്രീക്വന്റ്ലി ആണ് ഈ പനി വരുന്നത്, മെഡിസിൻ കൊടുത്തിട്ട് എത്ര സമയത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു പനി വരുന്നു, അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഓഫ് അഡ്മിഷൻ? ഈ എന്താ പറയാ, അഡ്മിഷന്റെ വേണ്ടി വരുന്ന അതിന്റെ പർപ്പസ് എന്താണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? ആ പർപ്പസുകൾ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, പെട്ടെന്ന് തന്നെ കെയർ കൊടുക്കാൻ. ഇപ്പൊ നമ്മുടെ വീടുകളിലാണ്, മരുന്ന് വന്നു പൊക്കോ കുഴപ്പമൊന്നുമില്ല, എത്ര സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സിനും വന്നിട്ട് മരുന്ന് ഉണ്ട്, ആ പോയി വീട്ടിൽ പോയി കഴിച്ചോ മാറിക്കോളും. പക്ഷേ ആ കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ പെട്ടെന്ന് ആ രോഗം കുറച്ചും കൂടി എന്താ പറയാ മോശം കണ്ടീഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് വീണ്ടും വീട്ടിൽ നിന്ന് എടുത്ത് ഈ ആളെ ഇവിടെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലെ. ബിറ്റ്വീൻ ദാറ്റ് പർട്ടിക്കുലർ ടൈം ദർ വിൽ സംതിങ് മേ കോസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് കെയർ, പെട്ടെന്ന് തന്നെ രോഗിക്ക് രോഗം ഇച്ചിരി മോശം കണ്ടീഷൻസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനോ നഴ്സസിനോ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്താ പറയാ അഡ്മിഷൻ കൊടുക്കുന്നത്. അതൊരു പർപ്പസ് ആണ്. സെക്കൻഡ് വൺ, പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ഫീലിംഗ്. രോഗം വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലെ, എന്താണ് എന്റെ അസുഖം, എനിക്ക് അത് മാറുന്നില്ല എന്നൊക്കെ ഭയങ്കര ഉള്ളിൽ എപ്പോഴും ഭയം ഉണ്ടാവും. അപ്പൊ അവരെ റിലാക്സ് ചെയ്യിപ്പിക്കാനും ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നഴ്സുമാരൊക്കെ വന്നിട്ട് എന്താ പറയാ അവർക്ക് വേണ്ട ചിലപ്പോൾ ഒരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ചില അഡ്വൈസുകളൊക്കെ കൊടുക്കുമ്പോൾ അവരെ ഒരു കംഫർട്ട് സോണിലേക്ക് മാറ്റാൻ സാധിക്കും മനസ്സിനെ. അതുപോലെ തന്നെ സേഫ്റ്റി കൊടുക്കാം ഒപ്പം ഉണ്ട്, ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ അസുഖമൊക്കെ ഇതൊക്കെ എല്ലാവർക്കും വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അവരുടെ രോഗത്തെ ക്യൂർ ആക്കാനായിട്ട് ഏറ്റവും വേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ത്, മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളത്. മാനസികമായി തളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ അവസ്ഥ കുറച്ചും കൂടി മോശം കണ്ടീഷൻസിലേക്ക് പോകും. പക്ഷെ ടു അവോയ്ഡ് ദാറ്റ്, അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാനായിട്ട് അവരുടെ ഒപ്പമായിരിക്കുക, കംഫർട്ട് ഫീലിംഗ് കൊടുക്കുക, കംഫർട്ട് സോണിലേക്ക് ആക്കുക, സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ മറ്റൊരു എന്താ പറയാ പർപ്പസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. നമ്മുടെ പേഷ്യൻസിന് ഓരോ വാർഡിലോ അല്ലെങ്കിൽ എവിടെയാണോ റൂമോ അവരുടെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് സിറ്റുവേഷൻ, എത്ര രോഗത്തിന്റെ ആ ഒരു ആധിക്യം, അതാണ് സിവിയറിറ്റി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, ആ ഒരു ആധിക്യം മനസ്സിലാക്കി പേഷ്യൻസിനെ വാർഡിലേക്ക് റിസീവ് ചെയ്യുക രോഗത്തിന്റെ. അപ്പൊ ഇത് എന്തായാലും ഇയാളെ ചികിത്സിക്കണമെങ്കിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കിടത്തിയാൽ അഡ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ വാർഡിൽ അവരെ റിസീവ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു പർപ്പസ് ആണ്. ടു ബി റെഡി ഫോർ എനി എമർജൻസി, എന്തെങ്കിലും രീതിയിൽ ആ പേഷ്യന്റിനെ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിരിക്കണം ആളുടെ അടുത്തേക്ക് എത്താനായിട്ട്, അയാളുമായിട്ട് കോൺടാക്ട് ആകാനായിട്ട് പെട്ടെന്ന് റെഡി ആയിരിക്കണം. പിന്നെ ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് സോ ആസ് ടു എസ്റ്റാബ്ലിഷ് ദ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്. അതായത് പേഷ്യന്റിന് എന്താ പറയാ അവരുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് നഴ്സിന്റെ കയ്യിൽ നിന്നോ, അവരെ ചികിത്സിക്കുന്ന നഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരായിരിക്കുള്ളൂ പേഷ്യന്റുമായിട്ട് പെട്ടെന്ന് അവര് തമ്മിലാണ് റിലേഷൻ.
ഡോക്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി അടുത്തിരിക്കുന്നത് അവരെ കെയർ ചെയ്യുന്ന ആ ഒരു പേഷ്യന്റിനെ എന്താ പറയാ പേഷ്യന്റുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ ബന്ധം ഉണ്ടാവുക. അപ്പൊ ആ നഴ്സിനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഡോക്ടേഴ്സിന്, ഇയാളുടെ കണ്ടീഷൻസിനെ കുറിച്ച് ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. എപ്പോഴെപ്പോഴും ഡോക്ടർക്ക് ക്ലയന്റിന്റെ അടുത്ത് പേഷ്യന്റിന്റെ അടുത്ത് പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ പേഷ്യന്റ് നഴ്സ് റിലേഷൻഷിപ്പിൽ നിന്ന് ദേ ക്യാൻ ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻസ്, ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ആർക്ക്? ഈ ഒരു അഡ്മിഷനിലൂടെ, അവിടെ കിടത്തി ചികിത്സിക്കുന്നതിലൂടെ. പിന്നെ മാത്രമല്ല ടു ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, അതായത് പേഷ്യൻസും ഫാമിലി അവരാരെയാണോ കെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ഫാമിലിയിലെ അംഗങ്ങൾ ആരാണോ അവരുമായിട്ട് ഒരു എന്താ പറയാ ഇൻവോൾവ്മെന്റ്, അവരിൽ നിന്നും ചില കാര്യങ്ങൾ പേഷ്യൻസിനെ കുറിച്ച് നമുക്ക് ചോദിച്ചാൽ ചില സിറ്റുവേഷൻസിൽ പേഷ്യന്റ് കനോട്ട് പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് അബൌട്ട് ഹിസ് ഓൺ ഓർ ഹെർ ഓൺ, അവരുടെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഇൻഫോർമേഷൻസ്. അപ്പൊ ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ അവരിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റുക. സോ അത് കിട്ടാൻ വേണ്ടിയിട്ടാകാം, അതിന് വേണ്ടിയിട്ടാകാം അഡ്മിറ്റ് ചെയ്യുക. എന്തായാലും പേഷ്യന്റിനെ കൊണ്ട് തള്ളിയിട്ടിട്ട് ആരെങ്കിലും ഒന്ന് നിൽക്കാതെ പോകില്ലല്ലോ. അപ്പൊ എന്തായാലും എപ്പോഴെങ്കിലും ആളുകൾ മാറി മാറിയൊക്കെ നിന്ന് അപ്പൊ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, ഈ പേഷ്യൻസിനെയും അവിടെ വന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ അതോടൊപ്പം തന്നെ അവരെ നോക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നവരെയും ഒക്കെ എന്ത് ചെയ്യാൻ സഹായിക്കാം പല രീതിയിലും. ഇത് ട്രീറ്റ്മെന്റ് രീതിയിലായിക്കോട്ടെ മറ്റേതെങ്കിലും ആവശ്യത്തിനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നഴ്സിനോ ഡോക്ടേഴ്സിനോ മറ്റാളുകൾക്കോ എന്തെങ്കിലുമൊക്കെ. ഒരുപാട് ആളുകളുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ അതിനെ കുറിച്ചിട്ട് അവർക്കൊക്കെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HR, അതായത് അവിടുത്തെ ആളുകളിൽ നിന്ന് കിട്ടേണ്ട ചില പരിഗണനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഇവരെ സഹായിക്കാൻ പറ്റും കൂടെ നിന്നിട്ട്. അപ്പൊ ഇതൊക്കെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ലക്ഷ്യങ്ങളാണ്, പർപ്പസ് ആണ്. അതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പോയിന്റുകള്? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. പോയിന്റ് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ പോയിന്റുകൾ. ഒരു 7 പോയിന്റ്സ് ഉണ്ട്. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ്, ഉദ്ദേശം, എന്തുദ്ദേശ ശുദ്ധിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുക, കംഫർട്ട് ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം, പേഷ്യൻസിനെ റിസീവ് ചെയ്യാം, അവിടെ വാർഡിൽ റിസീവ് ചെയ്യാം. പിന്നെ എന്താ പറയാ ക്ലയൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മുടെ നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. പേഷ്യന്റ് ഫാമിലി ഇൻ കെയറുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പേഷ്യന്റും അതുപോലെ തന്നെ എന്താ പറയാ ഫാമിലിനെയും നമുക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റ് ചെയ്യാൻ പല രീതിയിലും പല രൂപത്തിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് തന്നെ അവരെ എന്താ പറയാ അവരുടെ അടുത്തേക്ക് എത്താനായിട്ടുള്ള എമർജൻസിയിൽ അവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റിയും അവർക്ക് ഉണ്ടായിരിക്കും, അവർക്ക് റെഡി ആയിരിക്കും അതിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. പോയിന്റുകൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. Is it clear? Yes. So let's move to the next topic. Types of admission. എന്തൊക്കെ രീതിയിൽ അഡ്മിറ്റ് ചെയ്യാം പേഷ്യൻസിനെ, ഏതൊക്കെ രീതി ഉണ്ടെന്ന്. അതായത് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് അഡ്മിഷൻസ് ആണ്. ഒന്ന് എമർജൻസി അഡ്മിഷനും ഒന്ന് റുട്ടീൻ അഡ്മിഷനും ആണ്. 2 രീതിയിലുള്ള അഡ്മിഷൻസ് ആണ്, പേരുകൾ മറക്കണ്ട. അഡ്മിഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു 2, എമർജൻസി അഡ്മിഷൻ ആൻഡ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്താണ് എമർജൻസി എന്താ പറയാ അഡ്മിഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസ് ഓർ ക്ലയൻസ് ഹു ആർ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻസ്, വളരെ മോശം അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് റിക്വയർ ചെയ്യുന്ന പേഷ്യൻസിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എമർജൻസി അഡ്മിഷൻ. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടണം, വളരെ മോശം കണ്ടീഷൻസിലാണ്, വളരെ പുവർ ആയിട്ടുള്ള കണ്ടീഷനിൽ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എമർജൻസി അഡ്മിഷൻ എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, പിന്നെ ആക്സിഡന്റ്സ്, പോയ്സണിങ്, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് പെട്ടെന്ന്, അപ്പൊ അവരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അതിന് പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾ കൊടുക്കേണ്ടത് അല്ലെ, CPR പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അവർ പെട്ടെന്ന് നമ്മള് ഡോക്ടേഴ്സ് റീച്ച് ചെയ്യണം അവരുടെ അടുത്തേക്ക്. അപ്പൊ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറയും. ആക്സിഡന്റിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റിയിരിക്കുന്ന ആക്സിഡന്റുമായിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസിനെയും പെട്ടെന്ന് തന്നെ നോക്കേണ്ടി വരും. സോ അഡ്മിറ്റ് ചെയ്യണം അവരെയും എമർജൻസി ആയിട്ട്. പോയ്സണിങ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിച്ച് കടിച്ചോ ഒക്കെ ഉണ്ടാകുന്ന പോയ്സൺസ് ഫലമായിട്ട് ഇപ്പൊ തന്നെ സെൽഫ് ഹാമിന് വേണ്ടി
വേണ്ടിയിട്ട് പോയിസൺസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരെ അതിൽ നിന്നും എന്താ പറയാ റിക്കവർ ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, എമർജൻസി അഡ്മിഷൻസിന്റെ എക്സാമ്പിൾസ് ആണ്. Client came to the hospital with a heart attack or accidents or poisoning, etc. പിന്നെ അടുത്തതാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലയൻസ് ഹു ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ഫോർ സർജറീസ് എക്സെട്ര. അതായത് പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ട്രീറ്റ്മെന്റുകൾ എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ദിവസം സർജറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന നിങ്ങളുടെ രോഗം എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അപ്പൊ നിങ്ങളുടെ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തണം. അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില അഡ്മിഷനാണ്. അതിനെയാണ് നമ്മൾ എന്താ റുട്ടീൻ അഡ്മിഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മള് എന്താ പറയാ ക്യാൻസർ പോലെയുള്ള ചില രോഗങ്ങളൊക്കെ വരുമ്പോ മരുന്നുകളൊക്കെ തന്നുവിടും. അപ്പൊ കുറച്ച് മാസങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എത്ര മാസം അതൊക്കെ അതിനനുസരിച്ചിരിക്കും, അതൊക്കെ നമുക്കറിയില്ല. അത്രയും ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെക്കപ്പിന് ചെല്ലും. അപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര തലേദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ചെന്ന് കിടന്നിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം എത്രത്തോളം ക്യൂർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ രോഗം മോശമായിട്ടുണ്ട്, മോശം കണ്ടീഷൻസിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ റുട്ടീൻ മീൻസ് അത് ഒരു റുട്ടീൻ പോലെ തന്നെ ഇത്ര മാസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം. മറ്റേത് എമർജൻസിയാണ്, പെട്ടെന്ന് ചെല്ലുന്നതാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗവുമായിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ചെന്ന് അഡ്മിറ്റ് ആകുകയാണെങ്കിൽ അതിനെ എന്താ വിളിക്കുക, എമർജൻസി അഡ്മിഷൻ. അപ്പൊ തന്നെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആരാണോ അവരെ നോക്കുന്നത് അവർ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കിക്കൊള്ളാനായിട്ട് പറയും. മറ്റേതല്ല നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്, ഒരു റുട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ ചെന്നിട്ട് അഡ്മിറ്റ് ആകുന്ന അവസ്ഥ. അതാണ് എന്താ വിളിക്കുക, റുട്ടീൻ അഡ്മിഷൻ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഹൈപ്പർ ടെൻഷൻ, ഭയങ്കര ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ള ആളുകൾ ക്ലയൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളും പൊസിഷൻസ് ഒക്കെ ഇപ്പൊ എത്രയുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാൻ. ഡയബറ്റീസ്, ബ്രോങ്കൈറ്റീസ്, ഇതൊക്കെ നേരത്തെ കൂട്ടി അറിയുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ അത് കുറെ നാളുകളായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി വന്ന് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അതിനെയാണ് നമ്മൾ റുട്ടീൻ അഡ്മിഷൻ. അപ്പൊ 2 types ഓഫ് അഡ്മിഷൻസ് ആണ്, എമർജൻസി അഡ്മിഷൻ ആൻഡ് റുട്ടീൻ അഡ്മിഷൻ. രണ്ടിന്റെ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ പറയുന്ന ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ്, പോയ്സൺസ്, അത് ഏത് രീതിയിലുള്ള അഡ്മിഷൻസിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ മറ്റേത് ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റീസ്, അത് ഏത് ടൈപ്പ് ഓഫ് അഡ്മിഷൻസിന് എക്സാമ്പിൾ ആണ് എന്നൊക്കെ ചോദിക്കാം വേണമെങ്കിൽ. ക്ലിയർ ആയോ 2 ടൈപ്പ്? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. എങ്ങനെ ഈ ഔട്ട് പേഷ്യന്റിനകത്ത് ആയിരിക്കുമല്ലോ ആദ്യം വരാം. അതായത് നമ്മൾ ഓടിച്ചെന്ന് കിടക്കാൻ ലോഡ്ജിൽ മുറി എടുത്ത് അല്ലെങ്കിൽ റൂം എടുത്തിട്ട് നമ്മൾ പോയി അഡ്മിറ്റ് ആകുന്ന പോലെയല്ല. ഇവിടെ ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ നമ്മൾ OPDയിൽ നിന്നും സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ OPDയിലായിരിക്കും ആദ്യമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മളുടെ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഡോക്ടേഴ്സിനോടോ സ്പെഷ്യലിസ്റ്റിനോടോ ഷെയർ ചെയ്യും. അപ്പൊ അവർക്ക് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ്. അപ്പൊ അവർ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് അവരുടേതായ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുക. അപ്പൊ അതനുസരിച്ച് OPDയിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും അഡ്മിഷൻ പ്രൊസീജിയർ ചിലപ്പോൾ ആരംഭിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അഡ്മിഷൻ ത്രൂ OPD എന്നാണ്. അത് അവിടെ എന്താ ചെയ്യുക, റിസീവിംഗ് ദ പേഷ്യന്റ്. OPDയിൽ നിന്ന് വരുന്ന പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യാം. അതായത് അവിടെയുള്ള പേഴ്സണൽസ്, ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഓർ എംപ്ലോയി എന്ന് വിളിക്കാൻ നമുക്ക്. അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഗ്രീറ്റ് ആൻഡ് മേക്ക് ദ പേഷ്യന്റ് ഫീൽ കംഫർട്ടബിൾ. അവരെ OPDയിൽ നിന്നും സജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പേഷ്യൻസിന് വളരെ ഒരു വാം വെൽക്കം ഒക്കെ കൊടുക്കണം. എന്ന് വെച്ചാൽ അവരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കണം. അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യണം. മോശമായ രീതിയിൽ പേഷ്യൻസ് ആണ്, രോഗാവസ്ഥയിലാണ് വന്നിരിക്കുന്നത്, അവരോട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ഫീലിംഗ് അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നല്ല ചിരിച്ചും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലും ഗ്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഇനി ഈ വന്നിരിക്കുന്ന പേഷ്യന്റ് വളരെ എമർജൻസി കണ്ടീഷൻസിലാണെങ്കിൽ ഈ പേഷ്യൻസിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ the treatment should be started. No time to be wasted. ഒട്ടും തന്നെ സമയം കളയാതെ പേഷ്യൻസിനെ എന്ത് ചെയ്യണം, അവരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. ഡോക്ടർ അല്ലെങ്കിൽ ദ നേഴ്സ് ഹു ആർ റിസീവിംഗ് ദ പേഷ്യൻസ്, ഈ ക്ലയന്റുകൾ അല്ലെങ്കിൽ പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്ന ഡോക്ടർ ആയിക്കോട്ടെ നേഴ്സുകൾ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു റിസീവ് ദ പേഷ്യൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ അത്തരം പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് അവരെ കെയർ ചെയ്യണം. അവരെ പെട്ടെന്ന് തന്നെ
ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടറോ നഴ്സോ ആരാണോ അവര് ആ ക്ലയൻസിനെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് പറയുന്നത്. റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുക. അവരെ റിസീവ് ചെയ്യുന്ന കേസിൽ ഒട്ടും തന്നെ സമയം ലാഗ് ചെയ്യാൻ പാടില്ല. എമർജൻസി ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ഡോക്ടറും ആയിക്കോട്ടെ നഴ്സ് ആയിക്കോട്ടെ ടൈം വേസ്റ്റ് ചെയ്യാതെ അവരെ റിസീവ് ചെയ്യാം. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. അതിനുശേഷം ക്ലർക്ക് ഹു ആർ ഇൻ ഡ്യൂട്ടി, അവരുടെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലർക്ക് ഉണ്ടാവുമല്ലോ, ബെഞ്ച് ക്ലർക്ക് ഉണ്ടായിരിക്കും. ആ സെക്ഷൻ ആ ക്ലർക്കിന്റെ സെക്ഷൻസ് ദേ ഹാവ് ടു റെക്കോർഡ് ദ എസെൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യന്റ്. ക്ലയന്റിന്റെ പ്രധാനപ്പെട്ട ചില ഡീറ്റെയിൽസ് ഒക്കെ, എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പൊ ചിലപ്പോൾ ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അവരുടെ പേരും വിവരങ്ങളും അഡ്രസ്സും മറ്റു കാര്യങ്ങളും ആകാം. സോഷ്യൽ ഡാറ്റാസ് ആ ക്ലയന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഇതാണ്: പേര്, പിന്നെന്താ നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് ടെലിഫോൺ നമ്പർ, സോ ഓൺ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് ഏതൊരു എന്താ പറയാ ഹോസ്പിറ്റൽസിലും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും, അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെയല്ല, നമ്മൾ അവിടെ ഒരു OPD വിഭാഗത്തിൽ ചെന്നാൽ പോലും ഓൾ ദീസ് തിങ്സ്, മാരിറ്റൽ സ്റ്റാറ്റസ് ഒന്നും അന്നേരം കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇൻകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ ഏജ്, പിന്നെ സെക്സ്, നമ്മളുടെ നെയിം, അത്രയൊക്കെ ആവശ്യമുള്ളൂ. എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കണ്ട. പക്ഷെ when the patients have to be admitted in a hospital, all these details for identifying the patient should be provided. അതായത് പേഷ്യൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അത് അഡ്മിഷൻ പ്രൊസീജിയറിൽ വരുന്നതാണ്. അപ്പൊ ഒന്ന്, ഫസ്റ്റ് വൺ, റിസീവിംഗ് ദ പേഷ്യന്റ്. വളരെ ഗ്രീറ്റിംഗ് മാനറിൽ, നല്ല ഗ്രീറ്റിംഗ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കണം പേഷ്യൻസിന്. അങ്ങനെ അവരെ റിസീവ് ചെയ്യാം. നോട്ട് ടൈം ടു ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സും നഴ്സുമാരും ആ എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒട്ടും തന്നെ സമയം വൈകിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ വിച്ച് ഇൻക്ലൂഡ്സ് ദ നെയിം, ഏജ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഇൻകം ആൻഡ് ഈവൻ ദ ടെലിഫോൺ നമ്പർ ഓഫ് ദ പേഷ്യന്റ്. ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. റെക്കോർഡ് ചെയ്യേണ്ട ക്ലർക്ക് ആരാണോ അവരാണ് ഇതൊക്കെ ചെയ്തു വെക്കേണ്ടത്. ക്ലിയർ ആണോ? അഡ്മിഷൻ പ്രൊസീജിയർ OPD-യിലൂടെ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായോ? രണ്ട് ടോപ്പിക് ആയിട്ടാണ് കിടക്കുന്നത് അതിനകത്ത്. ഒന്ന്, പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതെ അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. രണ്ട്, അവരുടെ സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ആ സോഷ്യൽ ഡാറ്റ മീൻസ് നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, ഓക്യുപ്പേഷൻ, റിലീജിയൻ അടക്കമൊക്കെ എഴുതണം കേട്ടോ. എന്റെ ടെലിഫോൺ നമ്പർ. ക്ലിയർ ആണോ? രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കിയ വേഗം. അതൊന്ന് വായിച്ചു നോക്കാം പെട്ടെന്ന്. ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാനുള്ള കാര്യങ്ങൾ. പേഷ്യന്റ് എങ്ങനെയാ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്, ആരാണ്, എപ്പോഴാണ്, എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള അഡ്മിഷൻസ് ഉണ്ട്, അഡ്മിഷനിൽ ഉള്ള പ്രൊസീജിയറുകൾ രണ്ടെണ്ണം അത് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സംശയമൊന്നുമില്ലല്ലോ മേഘ? സംശയം ഉണ്ടോ? ഇല്ല. സോ നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇനി അഡ്മിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അവരെ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് ദ പേഷ്യന്റ്. ആദ്യം തന്നെ ഈ പറയുന്ന പേഷ്യന്റ് വരുമ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. പക്ഷെ the persons who are responsible to provide the information such as name, sex and address, mobile number, etc. അവരിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്തരം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. പേഷ്യന്റിനെ ചിലപ്പോൾ എമർജൻസിയിലായിരിക്കും, അവരോട് ചോദിച്ച് പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചപ്പോൾ നിർത്താനല്ലോ ഇല്ല, അതിന്റെ ബാക്കി ആരെങ്കിലും ഉണ്ടാവുമല്ലോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ, നമ്മളെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആളുകൾ. അവരിൽ നിന്നും പേഷ്യന്റിനെ കുറിച്ചുള്ള സകല വിശദ വിവരങ്ങളും അന്വേഷിക്കുക, കണ്ടെത്തുക. ഓക്കെ, അതിനെ കളക്ട് ചെയ്യുക. Then after that they have to prepare a medical report or record. അതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യാം. അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ഒരു മെഡിക്കൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, എന്താ പറയാ, ബ്രേസ്ലെറ്റ്. അതായത് ചിലപ്പോ ചില പേഷ്യൻസിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു ടാഗ് പോലെയൊക്കെ എന്തെങ്കിലും കയ്യിലൊക്കെ കെട്ടാനോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ, ഇന്ന പേഷ്യന്റ് ആണെന്ന് അറിയാൻ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്.
എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ലാവണം നിർബന്ധമൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും. അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ബ്രേസ്ലെറ്റ്, ദാറ്റ് മീൻസ് ഒരു കയ്യിലിടുന്ന ഒരു സംഭവം. ഇത് ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് കണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ടായിക്കോ. ഇപ്പൊ കുട്ടികള് അവരെന്താ പറയാ, നമ്മളെ റൂമിൽ നിന്ന് കൊണ്ടുപോരുന്നതിന് മുമ്പ് നമ്മൾ പോരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ഇതുപോലെ ടാഗ് അടിച്ചിട്ടുണ്ടായിരിക്കാം. കയ്യിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയോ കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടാവും. അല്ലെ നെയിം എഴുതിയ, അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എന്നും അല്ലെങ്കിൽ സൺ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ പേരായിരിക്കും അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രസവിച്ചു കൊണ്ടുവരുന്നത് കുട്ടികളെ അമ്മയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയുടെ പേര് വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ടാഗ് ഇട്ടിട്ടുണ്ടാകുക അല്ലെ. ഈ ചില ഹോസ്പിറ്റൽസിൽ ഈ എന്താ പറയാ ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുക, അതിനുശേഷം പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാമെന്നുള്ള ഒരു കൺസെന്റ് ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. സമ്മതപത്രം അല്ലെ, കൺസെന്റ് ഫോം ആണ്. അത് സൈൻ ചെയ്ത് വാങ്ങിക്കുക. സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം ഹാവ് ടു സൈൻ ഇറ്റ് ആൻഡ് പ്രൊവൈഡ്, അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇനീഷ്യൽ ഓർഡേഴ്സ്, ചിലപ്പോ ചില ഇനീഷ്യൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ചോദിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണ്, അതിന് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലല്ലോ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, അതൊക്കെ ആളുകളിൽ നിന്ന് സ്വീകരിക്കുക. പേഷ്യന്റിന്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അധികം ബെനഫിഷ്യറീസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ്, അവരിൽ നിന്നൊക്കെ അത്തരം ഇനീഷ്യൽ ഓർഡേഴ്സ് സ്വീകരിക്കാം. അതിനുശേഷം ഇൻഫോം ദ ഫ്ലോർ വാർഡ് നഴ്സ്, ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എവിടെയാണോ അവരെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആ വാർഡിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഫ്ലോറിലെ ഒരു വാർഡ് നഴ്സ് ഉണ്ടായിരിക്കും, അവരെ ഇൻഫോം ചെയ്യാം. ഓരോ ഫ്ലോറിലും ഓരോ വാർഡ് നഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഇൻഫോം ചെയ്യുക, ഈ പറയുന്ന കാര്യം ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, വിസിറ്റർക്കുടെ ഒരു പാസ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. വിസിറ്റേഴ്സിന് വന്നു പോകാനൊക്കെ ചില സമയങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചില ഹോസ്പിറ്റൽസിൽ. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ മാത്രമേ രാവിലെ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണോ, ഏതെങ്കിലും ഒരു ടൈം ആയിരിക്കും. എല്ലാവരും ഇപ്പോഴും വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി അന്വേഷിച്ചൊക്കെ പോകേണ്ട സ്ഥലമല്ല ശരിക്കും പറഞ്ഞൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാസ് അഡ്മിഷൻ ടൈമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, സംടൈംസ് സം ഹോസ്പിറ്റൽസ് വിൽ ആസ്ക് ഫോർ എ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് which will be എന്താ പറയാ അഡ്വൈസ്ഡ് ബൈ ദ അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫ്. എന്തിനാണ്, ഒരു ചെറിയൊരു എന്താ പറയാ അഡ്വാൻസ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് പോലെ ഒരു എമൗണ്ട് ചിലപ്പോൾ അഡ്മിഷൻ ഡെസ്കുകാര് ആ സ്റ്റാഫുകാർ നമ്മളോട് ചോദിക്കാം. അത് ക്യാഷ് കൗണ്ടറിലേക്ക് നമ്മളോട് സബ്മിറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു പ്രിക്കോഷൻ മണി എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു കോഷൻ മണി പോലെ. അതെന്താ പറയാ, നമ്മളുടെ ഏത് കാറ്റഗറി ഓഫ് റൂം അതൊക്കെ അനുസരിച്ചിരിക്കും ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി. നമ്മൾ വാർഡിലാണോ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള റൂമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സാധാ റൂമാണ്. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ റിക്വയർമെന്റ് അനുസരിച്ച്, ഏത് റൂം വേണമെന്നുള്ള റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്താ പറയാ ഒരു ഡെപ്പോസിറ്റ് മണി അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും ക്യാഷ് കൗണ്ടറിൽ. അത് എല്ലായ്പ്പോഴും ഒരുപോലത്തെ എമൗണ്ട് അല്ലാന്ന്, ഇറ്റ് വേരീസ്, അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. when we are going to pay the final bill of the hospital, നമ്മൾ പോരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് ഫൈനൽ ബില്ല് അടയ്ക്കുന്ന സമയത്ത് we can reduce that money from that deposit. ആ ഡെപ്പോസിറ്റ് കുറച്ച് എഴുത മണിയില്ലേ, അത് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി. അവർ റീഫണ്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ആ ഒരു എടുക്കുന്ന റൂം അതിനകത്ത് ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ അതൊക്കെ നഷ്ടമൊക്കെ വരുത്തി കഴിഞ്ഞാലേ ചില ആളുകൾക്കുണ്ട്, നമ്മുടെ അല്ലല്ലോ പൊതുമുതലല്ലേ. സോ അതെങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴും നമ്മളുടേതാണെന്ന് വിചാരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ അത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമുക്ക് അതിനെ സൂക്ഷിക്കാനും പറ്റും അല്ലെ. അതേസമയം എന്തെങ്കിലും തരത്തിലോ ഇതെന്റെ വീട്ടിലത്തെ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര കെയർലെസ് ആയിട്ട് റഫായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് അതിന് കേടുപാടുകളും ഉണ്ടാകാം. സോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് മണി, ഈ കോഷൻ മണിയിൽ നിന്ന് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽസിന്. അതൊരു കാര്യങ്ങളാണ്. ചില മിക്കയിടത്തൊക്കെ അങ്ങനെ ഉണ്ട് കോഷൻ മണി കൊടുക്കല്. ഇപ്പൊ കോളേജിലൊക്കെ ചില കോളേജസിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ മണി അല്ലട്ടോ ഉദ്ദേശിക്കുന്ന ഒരു കോഷൻ മണി എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഫീ അവിടെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറ്റി വെക്കപ്പെടും. നമ്മൾക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളെ കോളേജ് ലീവ് ചെയ്ത്
പോരുന്ന സമയത്ത് ആ കോഷൻ മണി വിൽ ബി റീഫണ്ടഡ് ഇഫ് വി ഹാവ് നോട്ട് മെയ്ഡ് എനി തിങ്സ്. അതായത് നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളുടെ കോളേജിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസിനോ മറ്റൊന്നിനെങ്കിലും ഒക്കെ കോട്ടം വരുത്തിയിട്ടില്ലെങ്കിൽ എമൗണ്ട് അങ്ങനെ തന്നെ തിരിച്ചു തരും. അല്ല നമ്മുടെ പേരിൽ ഇന്ന സാധനം നശിപ്പിച്ചു ഇന്ന സാധനം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് ആ മണി റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഒക്കെ പിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണത്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ ഹൈജീനും അതുപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെന്റ്സുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി, അത് മാത്രമേ ഉള്ളൂ. ഇനി ക്യാഷ്ലെസ് റൂട്ട് ചില ഇനി മാത്രമല്ല ഈ പറയുന്ന അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല എങ്കിൽ ദ ഫൈനൽ ബിൽ ഈസ് നോട്ട് പെയ്ഡ് ബൈ ourselves, നമ്മൾ തന്നെയല്ല അത് കൊടുക്കുന്നതെങ്കിൽ ദേ ഹാവ് ടു ഗോ ഫോർ ദ ഇൻഷുറൻസ് ഡെസ്ക് ഓർ തേർഡ് പാർട്ടി അല്ലെ ഏജൻസി. നമ്മൾ പഠിച്ചിട്ടുണ്ട് TPA, തേർഡ് പാർട്ടി ഏജൻസിയുടെ അടുത്ത് പോയിട്ട് ഹോസ്പിറ്റലൈസേഷന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ച് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിന് ചിലവാകുന്ന തുകകളൊക്കെ ഫണ്ടിങ് ചെയ്യാനുള്ള രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ ആ ഒരു ഹെൽപ്പ് ഇതും എന്താണ് ഒരു ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. അവരാണ് ഇതൊക്കെ നോക്കി അന്വേഷിച്ച് ചെയ്യേണ്ടത്. നമ്മൾ കാശായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അവിടെ തീർന്നു. പക്ഷെ അതെല്ലാം നമ്മൾ പൈസയായിട്ടൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇൻഷുറൻസിന്റെ മെഡിക്ലെയിമുകൾ ഉണ്ടെങ്കിൽ അത് അവരെ അറിയിക്കണം. നമ്മളിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്നും ഹോസ്പിറ്റലൈസേഷൻ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് വേണ്ടി ചെലവായിട്ടുണ്ടെന്നും ഒന്നുകിൽ ഇൻഷുറൻസ് കമ്പനിയെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏജൻസിയെ നമ്മൾ ഇൻഫോം ചെയ്യണം. സോ ദാറ്റ് ദേ ക്യാൻ റിക്കവർ, ദ ഹോസ്പിറ്റൽസ് ക്യാൻ റിക്കവർ ദ മണി. ഈ ഒരു ഫണ്ട് അവരിൽ നിന്നും അവർക്ക് ഈ പേഷ്യന്റ് മൂലമുണ്ടായ എല്ലാ പൈസയും നികത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആണോ? റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് അവര് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യണേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കുക. എന്നിട്ട് അടുത്ത ഭാഗം എടുക്കാം. TPA ഡെസ്ക് എന്താ മിസ്സേ? TPA ഡെസ്ക് തേർഡ് പാർട്ടി ഏജൻസി. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ നിങ്ങള്? അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് തേർഡ് പാർട്ടി ഏജൻസിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അതൊരു ലൈസൻസ്ഡ് ഏജൻസിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻഷുറൻസ് നമ്മളിപ്പോ മെഡിക്ലെയിം ഒക്കെ ഉള്ള ആളുകള് നമ്മളുടെ എന്താ പറയുക ഇതുപോലെയുള്ള ഹോസ്പിറ്റലൈസേഷൻ സിറ്റുവേഷൻസ് ഒക്കെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കണക്ട് ദ ഇൻഷുറൻസ് കമ്പനി, നമ്മൾക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു ബെഞ്ച് ഡെസ്ക് ഉണ്ടാവും ഹോസ്പിറ്റൽസിൽ, തേർഡ് പാർട്ടി ഏജൻസികള്. ഇത് നമ്മളുടെ ഒരു ID കാർഡുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കാർഡ് ഉപയോഗിച്ച് നമ്മൾ അവിടെ ചെല്ലുക. ആ തേർഡ് പാർട്ടി ഏജൻസിയുടെ ഡെസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. നമ്മളുടെ കാര്യങ്ങൾ അപ്പൊ അടിച്ചു കൊടുക്കുക. നമ്മളുടെ ഹോസ്പിറ്റൽസിൽ വരുന്ന ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണോ അത് അക്കോർഡിംഗ് ടു ദ ഇൻഷുറൻസ്, ആ പോളിസി എടുത്തിരിക്കുന്ന പോളിസിയിലെ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളുടെ ആ പണമൊക്കെ റിക്കവർ ചെയ്ത് തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറിയാണ്. ഒരു ലിങ്കിങ് ഏജൻസിയാണ്. കമ്പനിയെയും പേഷ്യന്റിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു തേർഡ് പാർട്ടി. ഇപ്പൊ എനിക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. സോ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നതുപോലെ അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ്. അവർക്ക് IRDAയുടെ ഒരു എന്താ പറയാ ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കും. വെറുതെ വഴിയെ പോകുന്നവരൊന്നും TPA കാരല്ല, തേർഡ് പാർട്ടി ഏജൻസിക്കാരല്ല. അവര് ഈ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ആക്ട് എന്ന് പറയുന്നതിന്റെ എന്താ പറയാ ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തവരാണ്. ആ ലൈസൻസിങ് ഉള്ളവർക്ക് ഈ ഒരു ഹെൽപ്പിംഗ് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എളുപ്പം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ്. അത്രേ ഉള്ളൂ. തേർഡ് പാർട്ടി ഏജൻസി TPAയുടെ ഫുൾ ഫോം എഴുതി വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാകുമായിരിക്കും. ചാപ്റ്റർ ഞാനല്ല എടുത്തത്, അത് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ചാപ്റ്റർ ആയിരുന്നു അത് ജിഷ ടീച്ചർ ഐ തിങ്ക് എടുത്തത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും അതിനെ കുറിച്ച്.
ഓക്കെ, കഴിഞ്ഞല്ലോ, വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ ആണ് OPD-യിൽ. അതായത് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യം ഹോസ്പിറ്റൽസിലേക്ക് നേരെ ചെല്ലുക. നമ്മളല്ലാണ്ട് വേഗം ഓടി ചെന്ന് ഏതെങ്കിലും ബെഡിൽ കയറി കിടക്കുകയല്ല ചെയ്യാം. അപ്പോൾ OPD-യിൽ എങ്ങനെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുക? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ഈസ് ടേക്കൺ ബൈ ദ ഫിസിഷ്യൻ ആൻഡ് റെക്കോർഡ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗവുമായിട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, നമ്മളുടെ എന്താ പറയുക, എന്താണ് രോഗം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ നമ്മളോട് അവര് ചോദിക്കും. നമ്മൾ അതിന്റെ കാര്യങ്ങൾ ആൻസേഴ്സ് ഒക്കെ പറയും. അവരതൊക്കെ വേഗം ഇങ്ങനെ കുറിച്ചൊക്കെ വെക്കും അല്ലെ. ഇനി ആ സമയത്ത് ദ പേഷ്യൻസ് ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ എക്സെട്രാ വിൽ ബി റെക്കോർഡഡ്. ആ സമയത്ത് തന്നെ അവിടെ നഴ്സോ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ രോഗത്തിനനുസരിച്ച്, പനിയായിട്ട് ചെന്നാല് ടെമ്പറേച്ചർ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഏത് രോഗത്തിന് ചെന്നാലും പനി നോക്കേണ്ട ആവശ്യമില്ലല്ലേ. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ ടെമ്പറേച്ചർ നോക്കണോ, BP-യോ പൾസോ റെസ്പിറേറ്ററി റേറ്റോ ഒക്കെ നോക്കണമെങ്കിൽ അതൊക്കെ നോക്കി അപ്പൊ തന്നെ അവർ നോക്കിയിട്ട് പറയുമ്പോൾ അവിടെ എന്താ പറയാ ഡോക്ടേഴ്സ് റെക്കോർഡ് ചെയ്തിരിക്കും. ചില ആളുകൾ ഡോക്ടേഴ്സ് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും എന്താ പറയാ നമ്മളുടെ പ്രഷർ നോക്കുന്ന സാധനവും അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യുന്നതും ടെമ്പറേച്ചർ നോക്കുന്നതൊക്കെ. ഇപ്പൊ പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ ചെറുതൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് അവരത് അവിടെ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ദെൻ നെസസറി ഇൻവെസ്റ്റിഗേഷൻസ് വിൽ ബി ഡൺ. ഇനി നമ്മുടെ രോഗത്തിനെ കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. വിച്ച് വിൽ ബി ഡൺ ത്രൂ എക്സ്റേസ് ആയിരിക്കാം, ചിലപ്പോൾ ലാബ് ടെസ്റ്റുകൾ വെച്ചിട്ടായിരിക്കാം. അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യും, നമ്മുടെ രോഗത്തെ കുറിച്ചുള്ള ഒരു നിവാരണം നടത്തുന്നു. എന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ദേ വിൽ പ്രിസ്ക്രൈബ് ദ ട്രീറ്റ്മെന്റ്. എന്ത് രീതിയിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റിന് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ, ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് പെട്ടെന്ന് ചെല്ലുമ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. അതേസമയം ചില രോഗങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നെസസറി ആയിരിക്കും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ എക്സ്റേയോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെന്താണ് ചെയ്യുന്നത് അടുത്തത് OPD-യിൽ അടുത്തതായിട്ട് ചെയ്യുന്നത്? അപ്പൊ ആദ്യം തന്നെ പേഷ്യന്റിന്റെ സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി ആരായും എന്ന് പറയാൻ അന്വേഷിക്കും ഡോക്ടേഴ്സ്. ആൻഡ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് അല്ലെ, അവരുടെ എന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ എക്സാമിൻ ചെയ്തിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ എക്സ്റേ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തി രോഗം എന്താണെന്ന് മനസ്സിലാക്കുകയും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യും. പിന്നെ എന്താണ് ചെയ്യുന്നത്? വെൻ ദ ക്ലയൻസ് ഓർ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഇവരെ അഡ്മിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ സമയത്ത് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ട്രീറ്റിംഗ് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഏത് വാർഡിലേക്ക്, ഏത് കൺസേൺഡ് ആയിട്ടുള്ള വാർഡിലേക്കാണ് ഇവരെ മാറ്റേണ്ടതെന്നൊക്കെ അവരാണ് നിശ്ചയിക്കുക ഡോക്ടേഴ്സ്. അപ്പൊ അവർ പറയുന്ന രീതിയിൽ അതൊക്കെ അവരെ അഡ്മിറ്റ് ചെയ്യുന്നു. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ന വാർഡിലേക്ക് മാറ്റൂ, ഇന്ന രീതിയിലേക്ക് മാറ്റൂ, അവിടെയാണ് എനിക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ക്ലയന്റിനെ എന്നൊക്കെ നിർദ്ദേശിക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും അവരെ അങ്ങോട്ട് മാറ്റാം. ഇനി ദ വാർഡ് വിച്ച് ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ സ്റ്റാഫ് അറ്റ് ദ അഡ്മിഷൻ ഡെസ്ക് ആൻഡ് എന്റർ ഇൻ ദ കേസ് ഷീറ്റ്. ഈ ഒരു അതിന് വേണ്ടിയിട്ട് ഏത് വാർഡ് ആണോ വാർഡിന് ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. അതിന് എന്താ പറയാ അതിന്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ്. അവര് ഈ അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് ഈ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി അവരുടെ എന്താണ് കേസ് ഷീറ്റിലെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഈ കേസ് ഷീറ്റിൽ എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് എഴുതി വെക്കും. അപ്പൊ സ്റ്റാഫ് ആയിരിക്കും ഇതിനെ കുറിച്ചിട്ടുള്ള ഏത് വാർഡിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ഇയാളെ അഡ്മിറ്റ് ചെയ്യുന്നത് അതിന് ബന്ധപ്പെട്ട ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കേസ് ഷീറ്റിൽ എഴുതി വെക്കുക എന്നുള്ളതും മെഡിക്കൽ എക്സാമിനേഷൻ OPD-യിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ OPD-യിൽ നടന്നതിന് ശേഷം അവിടെ നിന്നാണ് പിന്നീട് അഡ്മിഷൻ ആയിട്ട് അല്ലെങ്കിൽ IPD എന്ന് പറയുന്ന ആയിട്ട് മാറുന്നത്. OPD ആണ് ആദ്യം തന്നെ നേരിട്ട് IPD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആരും പോകുന്നില്ല പേഷ്യൻസ്. OPD ത്രൂ ആണ് IPD-യിലേക്ക് പേഷ്യൻസ് എത്തുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതേയും കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഇൻ OPD-യിൽ നടക്കുന്ന പരിശോധനാ പ്രവർത്തികളാണ് ഇത് കണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD.
കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. കഴിഞ്ഞല്ലോ. അടുത്തൊരു കുഞ്ഞു ടോപ്പിക് കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ജസ്റ്റ് ഹാഫ് ആവും നമ്മളുടെ ചാപ്റ്ററിന്റെ. ഈ ഒരു പകുതി ഒരു ഭാഗം കൂടി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വീക്ക് കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഈ ബാച്ചുകാരുടെ ക്ലാസ്സസ് ഏകദേശം തീരുന്നാണ് തോന്നുന്നത്. അപ്പൊ നോക്കാം, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൊട്ട് മുന്നിൽ ഞാൻ പറഞ്ഞു, ഫ്രം ദ OPD ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മൾ പേഷ്യൻസിനെ IPDയിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടിംഗ് ആ ഒരു സിസ്റ്റമാണ്. അവിടെ ഇങ്ങനെ OPD നിന്ന് IPDയിലേക്ക് ആക്കുന്നു. അപ്പൊ ഈ പേഷ്യൻസ് വളരെ ഭയങ്കര രോഗമൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് തെക്കിനോട്ട് പോക്കാം അല്ലെ. സ്വന്തമായിട്ട് അവരുടെ ഓൺ ലെഗ്സിൽ അവർക്ക് നടക്കാനോ നാരങ്ങാനൊന്നും പറ്റില്ല. സോ ദേ വിൽ ബി അക്കമ്പനിഡ് ബൈ ദ വാർഡ് നേഴ്സ്. അപ്പൊ ആ വാർഡിന് ഒരു നേഴ്സറായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, അല്ലെങ്കിൽ അറ്റൻഡന്റ് ആരാണോ അവരുടെ സഹായത്തോടെ ആയിരിക്കും പേഷ്യൻസിനെ, കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഇൽനെസ്സുമായിട്ട് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലയൻസ് ഹു ആർ നോട്ട് വെരി ഇൽ ആൻഡ് ആർ ഏബിൾ ടു വർക്ക് ആർ അക്കമ്പനീഡ്. Clients who are not very ill and are able to work are accompanied by ഓക്കെ. അപ്പൊ അവരെ ആയിരിക്കും കൊണ്ടുപോകുക. ഇനി തീരെ ഒട്ടും നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ വീൽ ചെയർസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതിന്റെ സഹായത്തോടെ ആയിരിക്കും പോകുക അല്ലെ. അപ്പൊ അതൊക്കെ നടക്കാൻ പറ്റുന്നവരെ അവരെ കൂട്ടി വിടും. അതല്ല ഒട്ടും വയ്യാത്തവരെ, തീരെ നടക്കാൻ കാലിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളവര്, കാലിന് മാത്രമല്ല ഏതെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അനങ്ങാനോ കണ്ണൂർക്കാനോ ഒക്കെ പോലും പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ എന്ത് ചെയ്യും, വീൽ ചെയർസിൽ കൊണ്ടുപോകും. പിന്നെ ഹോസ്പിറ്റലിൽ ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, റെസ്പെക്റ്റീവ് ആ ഒരു സ്ട്രക്ചേഴ്സിലോ അല്ലെങ്കിൽ അവരിൽ ആംബുലൻസിൽ നിന്ന് ഏത് രീതിയിലാണ് ഇറക്കണേ ആ ത്രൂ തന്നെയാണ് ആ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവരെ നടക്കാൻ പറ്റുന്നവരെ നടത്തിക്കൊണ്ടുപോകുന്നു. അതിന് കൂടെയായിട്ട് വാർഡിലെ നഴ്സിനെ അല്ലെങ്കിൽ അറ്റൻഡൻസിനെ വിടുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത ആളുകളെ എന്താ പറയാ നമ്മൾ വീൽ ചെയർസിൽ കൊണ്ടുപോകുന്നു. ആംബുലൻസിൽ കൊണ്ടുവന്നവരെ ആണെങ്കിൽ അവർക്ക് ഒട്ടും വയ്യാന്ന് തന്നെയാണ് അർത്ഥം. ആ സിവിയറിറ്റി, അതായത് രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് OPDയിൽ നിന്നും IPDയിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു 3 സിറ്റുവേഷൻസ് ഓർത്തിരുന്നാൽ മതി. നടക്കാൻ അധികം വയ്യായികളൊന്നുമില്ല, നടക്കാനൊക്കെ ഏകദേശം പറ്റുന്നവരാണെങ്കിൽ അവര് നമ്മളുടെ വാർഡ് നഴ്സിന്റെ കൂടെ അറ്റൻഡന്റിന്റെ കൂടെ വിടും. നടക്കാൻ പറ്റാത്തവരാണ്, ഭയങ്കര വീക്കാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ വീൽ ചെയേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആംബുലൻസിൽ കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ എന്താ പറയാ സ്ട്രെച്ചേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നത്, റെസ്പെക്റ്റീവ് വാർഡ്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതുകൂടി ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കാം കേട്ടാ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഹാഫ് പോർഷൻ അടുത്ത ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം എന്താണോ അത് വേഗം വായിച്ചു നോക്കാം. ഓക്കെ, അയച്ചോ? നാളെ ഉണ്ടോ മാഡം ക്ലാസ്? ടൈംടേബിളില് തന്നിട്ടില്ലേ? ക്ലാസ് എല്ലാ ദിവസം ഉണ്ടാവുമല്ലോ. ഇന്ന് ഈ ഒരാഴ്ച എന്തായാലും തീർക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് എല്ലാ ദിവസം ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, എന്റെ ക്ലാസ് ഉണ്ടാവോ എന്നുള്ളതാണ് ഡൗട്ട്. എന്തായാലും 3 പേരും കൂടിയാണല്ലോ തീർക്കണേ. അതായത് ജിഷ മിസ് കുറച്ച് തീർന്നായിരുന്നോ? ജിഷ മിസ്സിന്റെ ഇന്നലെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് 2 hours എടുത്തല്ലോ. തീർന്നാണ്ട് ടീച്ചറിന്റെ? തീർന്നില്ല. കുറച്ചുകൂടി ഇട്ടെങ്ങാണ്ട് ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. കുറച്ചുകൂടെ ഉള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് തന്നെ തീരും. എന്റെയും ഒരു ക്ലാസ് കൊണ്ട് തരും. എനിക്ക് തോന്നുന്നു രമ്യ ടീച്ചറിന്റെയും ഒരു ക്ലാസ് കൊണ്ട് തീരുമാനിക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു വീക്ക് കൊണ്ട് എന്തായാലും നിങ്ങളെ തീർത്തു നിങ്ങളുടെ പോർഷൻസ് തീർത്തിട്ട് നിങ്ങളെ ഫ്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ദിവസം ചിലപ്പോൾ 1 week നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടുമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് യുവർ എക്സാംസ്
ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ നന്നായിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ ചെയ്യാം. നമ്മള് ഫസ്റ്റ് ഉണ്ടായിരുന്ന എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് വേണം അടുത്ത എക്സാം എഴുതാനായിട്ട്. അപ്പൊ നല്ലോണം പഠിച്ചൊക്കെ എഴുതാം നല്ല രീതിയിൽ. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നോ, ആ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും മിസ്സാവാതെ എല്ലാവരും ഒക്കെ വായിച്ച് പഠിക്കുക. നമ്മൾ കണ്ടല്ലോ നേരത്തെ എക്സാമില് കുറെ പേർക്കൊക്കെ 60 ഔട്ട് ഓഫ് 60 കിട്ടിയവരുണ്ട്, ഫെയിൽ ആയവരും ഉണ്ട്. അപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ എക്സാം കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ല. വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. വായിച്ചാൽ മതി, എല്ലാം അത്രയും മാർക്കൊക്കെ വാങ്ങിച്ചവരുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പറ്റാതൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് ഡേ. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു. ഓക്കെ, ബൈ, താങ്ക് യു.